ഓം ശാന്തി. ഞാൻ രാജയോഗി ആത്മാവാണ്, ശ്രേഷ്ഠാത്മാവാണ്, പുണ്യാത്മാവാണ്. ഈ ദേഹത്തിലിരിക്കുമ്പോഴും ദേഹത്തിൽ നിന്നും ഭിന്നമായ അവസ്ഥയിലാണ്. ദേഹാഭിമാനത്തിൽ നിന്നും മുക്തമായി ഞാൻ ഓരോ കർമ്മവും ദേഹി അഭിമാനി സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേഹി അഭിമാനിയായി ഒരു ബാബയുടെ ഓർമ്മയിൽ ചെയ്ത എൻ്റെ ഓരോ കർമ്മവും പുണ്യകർമ്മമാണ്. ഞാൻ ആത്മാ മനസ്സ സർവ ആത്മാക്കൾക്കും ശക്തികളുടെ ദാനം ചെയ്യുന്നു. വാണിയിലൂടെ ജ്ഞാനദാനം ചെയ്യുന്നു. ചലനത്തിലൂടെയും വ്യവഹാരത്തിലൂടെയും സർവ ആത്മാക്കൾക്കും ഗുണങ്ങളുടെയും ശക്തികളുടെയും ദാനം ചെയ്യുന്നു. ഞാൻ സമ്പൂർണ്ണ പവിത്രതയുടെ വ്രതമെടുത്തിരിക്കുന്നു. ഞാൻ സദാ ബാബയുടെ സമീപത്തിരിക്കുന്നു. ഞാൻ ബാബയുടെ കൂട്ടത്തിൽ വസിക്കുന്നു. ദിവ്യ ഗുണങ്ങളുടെ സാഗരമായ ബാബയുടെ സാന്നിധ്യത്തിൽ സർവ ദൈവീ ഗുണങ്ങൾ സ്വയം തന്നിൽ ശേഖരിക്കുന്നു. വ്യർത്ഥ കാര്യങ്ങളും അവഗുണങ്ങളും ത്യാഗം ചെയ്ത് സത്യമായ ഉപവാസം ചെയ്യുന്നു. ഞാൻ സദാ ദൃഢതാപൂർവം തീവ്ര പുരുഷാർത്ഥം ചെയ്യുന്നു. ഏകാന്തതയിൽ ഒന്നിൻ്റെ അന്ത്യത്തിൽ പോയി ഞാൻ തപസ്യ ചെയ്യുന്നു. നിരന്തരം ഒരു ബാബയുടെ പേരിൻ്റെ മാല ജപിക്കുന്നു. നിരന്തരം ശിവസ്മൃതിയിലിരിക്കുന്നു. ഞാൻ സത്യമായ തീർത്ഥയാത്ര ചെയ്യുകയാണ്. ബാപ്ദാദയുടെ മുഖത്തിൽ നിന്നും വരുന്ന പവിത്ര ജ്ഞാനഗംഗയിൽ ഞാൻ മുങ്ങിക്കുളിക്കുന്നു. സത്യമായ പവിത്ര ജ്ഞാനസ്നാനം ചെയ്യുന്നു. ഞാൻ പാവനമായി തീരുന്നു. ഞാൻ ആത്മാ സദാ എൻ്റെ സ്വമാനത്തിൻ്റെ ജപം ചെയ്യുന്നു. ഓരോ ശ്വാസത്തിലും ബാബയുടെ ഓർമ്മയുടെ പ്രാണായാമം ചെയ്യുന്നു. സദാ സ്വസ്ഥമായിരിക്കുന്നു. പുണ്യം ശേഖരിക്കുന്നു. ഞാൻ എൻ്റെ ഈശ്വരീയ പരിവാരത്തിൽ സർവ ബ്രാഹ്മണ ആത്മാക്കൾക്കും സഹയോഗത്തിൻ്റെ ദക്ഷിണ കൊടുത്ത് പുണ്യം ശേഖരിക്കുന്നു. ഈ അവിനാശി രുദ്രജ്ഞാനയജ്ഞത്തിൽ സ്വയം തന്നെ സമർപ്പിതമാക്കി ഞാൻ ഈശ്വരീയ സേവയിലൂടെ സ്വയം സന്തോഷം പ്രാപ്തി ചെയ്യുന്നു.
പിന്നെ സർവാത്മാക്കൾക്കും സന്തോഷം പ്രദാനം ചെയ്യുന്നു. സർവരുടെയും ആശീർവാദങ്ങൾ എടുക്കുന്നു. നിരന്തരം പരമാത്മസ്മൃതിയിൽ ഓരോ കർമ്മവും ചെയ്ത് ഞാൻ പുണ്യാത്മാവായിരിക്കുന്നു. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ പുണ്യത്തിൻ്റെ ശേഖരണത്തിലൂടെ ഞാൻ ഭാവിയിൽ ദേവാത്മാവാകുന്നു. ഞാൻ പുണ്യാത്മാവായി മാറാൻ എൻ്റെ കണക്ക് പുസ്തകം പരിശോധിക്കുന്നു. ഞാൻ ചെക്ക് ചെയ്യുന്നു, യാതൊരു പാപവും ഉണ്ടാകുന്നില്ലല്ലോ എന്ന്. സത്യമായ സമ്പാദ്യം സമാഹരിക്കപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. വികാരി ദൃഷ്ടി ഏറ്റവും വലിയ പാപമാണ്. ഞാൻ ഉയർന്ന പദവി നേടാൻ ജാഗ്രതയോടെ ഇരിക്കുന്നു. ബാബയുടെ ശ്രീമതം പൂർണ്ണമായും അനുസരിച്ച് നടക്കുന്നു. ഒരിക്കലും വികാരത്തിൻ്റെ ദൃഷ്ടി ഉണ്ടാകുന്നില്ല. എനിക്കറിയാം, പരംപിത ശിവപരമാത്മാ ബ്രഹ്മാവിൽ പ്രവേശിച്ച് അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ഖജനാവ് നൽകുന്നു. ഞാൻ രത്നാകരനായ ബാബയിൽ നിന്നും ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്ത് മറ്റുള്ളവർക്ക് ദാനം നൽകുന്നു. ജ്ഞാനരത്നങ്ങളിലൂടെ മാത്രമേ സദ്ഗതി ഉണ്ടാകുന്നുള്ളൂ. ഞാൻ പാവനമായി മാറുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിനാശത്തിൻ്റെ സമയമാവുമ്പോൾ പുരുഷാർത്ഥം പൂർത്തിയാകുന്നു. പരസ്പരം ദുഃഖം കൊടുക്കുന്നവരെ ബാബ ആത്മവഞ്ചന ചെയ്യുന്നവരെന്ന് പറയുന്നു. ഞാൻ ഓർമ്മയുടെ ബലത്തിലൂടെ പാപഭാരത്തെ ഇറക്കുന്നു. എല്ലാവരോടും സ്നേഹത്തോടെ പറയുന്നു, ബാബയെ ഓർമ്മിക്കണം, പവിത്രമായി മാറണം. മായാവിയായ വിഷയവൈതരണി നദിയിലിരുന്നു കൊണ്ട് ഞാൻ താമര പുഷ്പസമാനം പവിത്രമായി മാറുന്നു. വികാരത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നു. മറ്റെല്ലാ മതങ്ങളും ഉപേക്ഷിച്ച് ഒരു ബാബയുടെ ശ്രീമതത്തിലൂടെ നടക്കുന്നു. മുഴുവൻ ദൃഷ്ടിയും ദൈവികമായി മാറുമ്പോൾ രാമസമ്പ്രദായമായി മാറുന്നു. ഭാരതത്തിൽ സുഖത്തിൻ്റെയും ശാന്തിയുടെയും ദൈവിക സ്വരാജ്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരേ ഒരു ആദി സനാതന ദേവതാധർമ്മത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. വിനാശിയായ ധനമുണ്ടെങ്കിൽ അതിനെ സഫലമാക്കുന്നതിന് അലൗകിക സേവനത്തിൽ ഉപയോഗിക്കുന്നു. ഞാൻ സദാ സ്വയത്തെ അമൂല്യരത്നമാണെന്ന് മനസ്സിലാക്കി ബാബയുടെ ഹൃദയമാകുന്ന ഡിബ്ബയിലിരിക്കുന്നു. സദാ ബാബയുടെ ഓർമ്മയിൽ മുഴുകിയിരിക്കുന്നു. യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നില്ല. ഞാൻ ഡബിൾ ലൈറ്റായി
പുരുഷാർത്ഥത്തിൽ ഹൈ ജമ്പ് ചെയ്ത് തീവ്ര പുരുഷാർത്ഥിയായിത്തീരുന്നു. ഏതെങ്കിലും ബുദ്ധിമുട്ട് അനുഭവമുണ്ടാകുമ്പോൾ ബാബയുടെ മുന്നിലിരുന്ന് ബാബയുടെ വരദാനി ഹസ്തങ്ങൾ സ്വയത്തിൽ അനുഭവം ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡിൽ സർവ സമസ്യകളുടെയും പരിഹാരം ലഭിക്കുന്നു. സഹയോഗത്തിൻ്റെ ശക്തി അസംഭവ്യത്തെ പോലും സംഭവ്യമാക്കുന്നു. ഇതാണ് സുരക്ഷയുടെ കോട്ട. ഓം ശാന്തി.